ഇന്നലെ രാത്രിയിലത്തെ ആ ഒരു കാജു കട്ട്ലി ഐസ്ക്രീം കേസ് തന്നെയാണ് കേട്ടോ ഹൗസിനകത്ത് കത്തിക്കൊണ്ടിരുന്നത് രാവിലെ മൊത്തം. നമ്മുടെ ഊഹങ്ങളൊക്കെ ഏകദേശം കറക്റ്റ് ആയിരുന്നു. അതൊരു സൈഡിൽ നെവിനും മനുമോളും ജിസയിലും ഒക്കെ തമ്മിൽ നടക്കുന്നുണ്ടായിരുന്നു. വേറൊരു സൈഡില് ആര്യൻ, അക്ബർ, അപ്പാനി ടീംസ് അനീഷിനെതിരെ ഒരു ആരോപണമായിട്ടാണ് വന്നിരിക്കുന്നത്. അനീഷ് ടാസ്ക് പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നാണ് ഇവർ പറയുന്നത്. എങ്ങനെയെങ്കിലും അനീഷിനെ നോമിനേഷനിൽ കൊണ്ടുവരണം, അതാണ് അവരുടെ എല്ലാവരുടെയും ഉദ്ദേശം. അനീഷ് ഇപ്പം 4 ആഴ്ചയായിട്ട് നോമിനേഷനിൽ ഇല്ല. ഇന്നലെ ആ ടാസ്കില് അനീഷ് വേണ്ടത്ര എഫേർട്ട് ഇട്ടിട്ടില്ല എന്നും ഫുഡ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിയെന്നും 8000 പോയിന്റുകളിൽ ബോട്ടിൽ ഫ്ലിപ്പിംഗ് അല്ലാതെ ഏറ്റവും ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്നുമാണ് അക്ബറും ബിന്നിയും റെനയും ആര്യനും ഒക്കെ വാദോരാതെ വാദിക്കുന്നത്. ലൈവിൽ ഞാൻ കണ്ട കാര്യം, ഏറ്റവും റിയൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. അവരവരുടെ ടാസ്ക് ചെയ്യേണ്ട സമയമായപ്പോൾ മാത്രമാണ് എല്ലാവരും എണീക്കുന്നതായിട്ട് കണ്ടത്. 2 മണിക്കൊക്കെ ലൈവ് വെച്ചപ്പോൾ അനീഷ് ഉറക്കമായിരുന്നു. അനീഷിന്റെ ടാസ്ക് ചെയ്തിട്ടാണ് അനീഷ് കിടന്ന് ഉറങ്ങിയത്. ഈ പറയുന്ന അക്ബറും ഉറക്കമായിരുന്നു. പക്ഷെ ബിന്നി ജയിച്ചപ്പോൾ പുള്ളി എണീക്കുന്ന കാഴ്ചയായിരുന്നു. എന്നിട്ട് പോയി ടാസ്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു കപ്പ് വെക്കുന്ന ടാസ്ക് അക്ബർ പോയി ചെയ്യുന്നുണ്ട്. റെനയും അത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും എണീറ്റത്. അപ്പോഴൊക്കെ റെന കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോഴും അനീഷ് ഓക്കെ ഉറക്കമായിരുന്നിരിക്കുക. എല്ലാവരും ഉറങ്ങുമ്പോൾ പുള്ളി തന്നെ എണീറ്റിരിക്കണം. 2 മണിക്ക് ശേഷമുള്ള കാര്യങ്ങളാണെന്ന് തോന്നുന്നു ഇവർ പറയുന്നത്. എന്നിട്ട് അനീഷ് പറയുന്നുണ്ട് ആര്യൻ പുള്ളിയെ ടാസ്ക് ചെയ്യാൻ സമ്മതിച്ചില്ല എന്നും അവിടെ പോയി ഇരിക്കും ഇവിടെ പോയി ഇരിക്കുന്നത് ആജ്ഞാപനമായിരുന്നു എന്നും ഒക്കെ അനീഷ് പറയുന്നുണ്ട്. ആര്യൻ പൈസയുടെ അഹങ്കാരം കാണിക്കരുത് എന്നുള്ള ആ ഒരു ഡയലോഗ് അനീഷ് അടിക്കുന്നുണ്ട്. അത് 2 ആഴ്ചയായിട്ട് ഇല്ലാത്തതായിരുന്നു കേട്ടോ. എന്നിട്ട് കൗണ്ടറായിട്ട് ആര്യൻ മറ്റേ കോമണർ കാർഡ് ഇറക്കുന്നു. ഉഡായിപ്പ് കോമണർ, ഉഡായിപ്പിന്റെ അറ്റം വേക്കപ്പ് സോങ് കേട്ടിട്ടാണ് നീ എണീറ്റതെന്നൊക്കെ പറഞ്ഞ് അനീഷിന് നേരെ നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അക്ബർ, ആര്യൻ, റെന ഇവരൊക്കെ ഒരു ടീമാണല്ലോ. ഇവരെ വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. നമ്മുടെ നെവിൻ പറയുന്നുണ്ട് വീഡിയോ കാണിക്കാൻ ഞാൻ ബിഗ് ബോസിനോട് പറയും, എന്നിട്ട് മാത്രമേ ഞാൻ ആരെയും ഒക്കെ നോമിനേഷനിൽ ഇടുവെന്ന്. അനീഷിനെ പുള്ളിക്ക് നല്ല രീതിയിൽ ട്രസ്റ്റ് ഉള്ള പോലെയാണ്. കാരണം ആര്യനെയാണ് നെവിൻ ചോദ്യം ചെയ്യുന്നതായിട്ട് കണ്ടത്. ആര്യൻ പുള്ളിയോട് ടാസ്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞോ എന്നുള്ള രീതിയിൽ ആര്യനോട് ചോദിക്കുന്നുണ്ട്. ആര്യൻ പിന്നെ ഓരോ ചേഷ്ടകൾ കാണിക്കുന്നുണ്ട് കേട്ടോ. പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കറക്റ്റ് ആയിട്ട് ഉണ്ടെങ്കിലും ഇതിപ്പോ തോന്നിയാസം കാണിച്ച ആര്യം പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ലൈവില് ഷൂ എടുത്തെറിയുമെന്ന രീതിയിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അനീഷിനെ. അത് പൈസയുടെ അഹങ്കാരം എന്ന് അനീഷ് പറയുന്നത് ഏകദേശം കറക്റ്റ് തന്നെ ആയിരിക്കാമെന്നാണ് തോന്നുന്നത്. കാരണം ഈ ഷൂ എടുത്തെറിയും, ഷൂ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നു. ഇങ്ങനെ ഗുസ്തിക്കാർ കാണിക്കാറില്ലേ, ഷൂ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നു. അങ്ങനത്തെ ഒക്കെ രീതിയിലൊക്കെ ഉള്ള ചേഷ്ടകള്, ആഖ്യങ്ങള്, ഇതൊക്കെ ആര്യം കാണിക്കുന്നത് വളരെ മോശമാണ്. അത് ഒട്ടും തന്നെ നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പോയിന്റ് പറഞ്ഞ് നിൽക്കാൻ പറ്റുന്നില്ല, പിന്നെ മിണ്ടാതിരുന്നോണം, മനസ്സിലായില്ലേ? അല്ലാതെ ഓരോ ആംഗ്യങ്ങളും ഓരോ ചേഷ്ടകളും ഗോഷ്ഠികളും ഒന്നും കാണിച്ചിട്ടല്ല ഒരു ആർഗ്യുമെന്റ് ജയിക്കേണ്ടത്. അനീഷ് പറഞ്ഞ പോലെ പോയിന്റ് പറഞ്ഞ് വേണം നിൽക്കാനായിട്ട്.